ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പ്രത്യേകത കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു സംഭവം ഉണ്ടെന്നല്ലേ. അപ്പോൾ നമ്മളുടെ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്ത് ഞാൻ ലൈവ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ആർക്കും ലൈവിൽ അങ്ങനെ കുറേ പേരെന്നാലും ഉണ്ടായിരുന്നു, എങ്കിലും പങ്കെടുക്കാത്ത ഒരുപാട് പേര് കാണും, ലൈവ് കാണാത്ത അല്ലേ. അപ്പോൾ അന്ന് നമ്മൾ വിന്നേഴ്സിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ അനൗൺസ് ചെയ്തിരുന്നു, ലൈവിലൂടെ തന്നെ പറഞ്ഞിരുന്നു. അപ്പം അന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമ്മൾ അയക്കാനായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രൈസ്. 20 പേർക്കായിരുന്നു നമ്മൾ പ്രൈസ് പറഞ്ഞത്. ആ 20 പേരുടെയും നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 20 പേർക്കുള്ള നല്ല ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൂടുതലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം അപ്പോൾ ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ച് തയ്ച്ചെടുക്കാമല്ലോ. ഷേപ്പ് ചിലപ്പോൾ സൈസ് തന്നിട്ട് എല്ലാവർക്കും ആപ്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പം ഞാൻ 2-3 പേരുടെ പേര് ഇപ്പം വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെലക്ട് ചെയ്തവരുടെ പേര് പെട്ടെന്ന് വായിച്ചും പോട്ടെ. ഇതിപ്പം വന്നിരിക്കുന്നത് എന്തെന്നെ മുഹമ്മദ് ഇക്ബാൽ അല്ലേ, ഇക്ബാൽ മലപ്പുറം ഉണ്ട്. പിന്നെ വരുന്നത് ഷിഫാന KP ഉണ്ട്, കാലിക്കട്ട അല്ലേ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഫൈറൂസ് ഖാദർ തൃശ്ശൂരുണ്ട്. പിന്നെ അടുത്ത് ഞാൻ ഇതിനകത്ത് നിന്ന് വായിച്ചേൽപ്പിക്കാവേ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും ഷെയർ ചെയ്ത് എല്ലാവർക്കും. കിട്ടാതെ പോയവരാരും വിഷമിക്കരുത് കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇനിയും ചാൻസ് നമ്മൾ തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം അങ്ങ് വായിക്കാം. താജ് തൻസി, അങ്ങനെ തന്നെയാണോ എന്ന് പറയുന്നത്. പിന്നെ ഷിഫു അജ്മൽ, സുമയ്യ ഫൈറൂസ്, ഹസ്മി ആമി, അൻകിത ശ്രീകുമാർ, ഫസീല നാസർ, റെജീന അസീസ്, ഫൗസിയ അഷറഫ്, നൗഫിയ സിദ്ദീഖ്, ഷംന സുധീർ. അതാണ്, അത്രയും പേരാണ് ഫേസ്ബുക്കിൽ വിന്നറായത്. ഇൻസ്റ്റാഗ്രാമിൽ വിന്നറായത്. ഫേസ്ബുക്കിൽ വിന്നറായിരിക്കുന്നത് അർജുൻ. ഓക്കെ, അർജുൻ ഒത്തിരി സന്തോഷം. പിന്നെ അഷ്റഫ് അലി നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുകയും 2 പേജും ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടൊക്കെ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഷൈനി S, പിന്നെ രഹന ജയകുമാർ, സലീം PP, ഷംല S കേട്ടോ. പിന്നെ ഖദീജ P, ലോയർ മറിയം, ഷാദി, സ്റ്റെല്ല ജാസ്മിൻ. അപ്പം സ്റ്റെല്ല ജാസ്മിൻ സന്തോഷം കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് വിന്നർ ആയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് അന്ന് കിട്ടിയ ഓർഡർ ഏതാണ്ട് 10,000 പുറത്ത് കവിഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ കുട്ടികളാണ്, ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഉൾപ്പെടെ ഇരുന്നിട്ടാണ് അതെല്ലാം പാക്കിങ് ചെയ്ത് അയച്ചത്. ഏതാണ്ട് അവർ ഫുൾ ഡേ ഉറങ്ങാതിരുന്ന് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും നിങ്ങൾക്ക് കയ്യിൽ എത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ട് ഓഫർ സെയിൽ സക്സസ് ആക്കാനും വേണ്ടിയിട്ട് ഇനിയും ഓഫറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മളുടെ ഫൗസിയ അഷറഫ് ഇപ്പോൾ ഒരാളെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. എപ്പോഴും നമുക്ക് സത്യത്തിൽ ഈ ഫൗസിയ അഷറഫിൻ്റെ ഇത് പ്രൈസ് അടിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം എല്ലാ വീഡിയോസിലും മാക്സിമം ഫൗസിയ അഷറഫ് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. സത്യത്തിൽ ഈ ഫൗസിയ അഷറഫ് ലൈനിലുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഓൺലൈനിൽ ചുമ്മാ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഫൗസിയ അഷറഫിനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും നമ്മളോട് മെസ്സേജിലൂടെ സംസാരിക്കുന്നത്. റിങ്ങിങ് ഉണ്ടോ അവനിപ്പം ഓൺലൈനിൽ കാണുമായിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, ഹലോ അസ്സലാമു അലൈക്കും. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു കോള് വരുമെന്ന്? ആണല്ലേ, ഫൗസിയ അഷറഫിനെ കാണാമല്ലോ അല്ലേ. ഒത്തിരി സന്തോഷം. പ്രൈസ് വിന്നർ ആയിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഗീവ് അവേ വിന്നർ ആയിട്ടുണ്ട്. ഓക്കേടാ, ഒത്തിരി സന്തോഷം. എനിക്കും ഫൗസിയ വിന്നർ ആയെന്ന് അറിഞ്ഞപ്പോൾ, കാരണം എപ്പോഴും ഫൗസിയയുടെ മെസ്സേജ് ഞാൻ കാണാറുണ്ടേ. ഐത്തിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളാണോ? എനിക്കൊരു ഈദിന് തലേന്ന് വന്നിട്ട് എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ഇന്റിമേറ്റ് ആയിട്ട് നമ്മള് പരിചയപ്പെട്ടില്ല. ഞാൻ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ ഭയങ്കര ഹർബറി ആയിട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു ഈദിന്റെ തലേന്ന്. അപ്പൊ എനിക്കിങ്ങനെ വന്നിട്ട് ഒരു വയലറ്റ് ടോപ്പ് ഇങ്ങനെ എടുത്ത് തന്ന്. ഇന്നും എനിക്ക് ആ ടോപ്പ് ഇടുമ്പോ ഭയങ്കര ഇണക്കമാണ് കേട്ടോ. പക്ഷെ പിള്ളേരും പറയുന്നത് ഞാൻ ആ ഒരു ഒറ്റ ടോപ്പ് എടുത്തപ്പോ എനിക്ക് കറക്റ്റ് സൈസ് ആയത്. അപ്പം എന്റെ സെലക്ഷൻ ഒട്ടും മോശമായില്ലല്ലോ. എല്ലാം നല്ലതാണ്. പിന്നെ എനിക്ക് ഏറ്റവും പിന്നെ ഹംബിൾനെസ്സും ക്യൂട്ട്നെസ്സും ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഒരു നിഷ്കളങ്കത, ഡൗൺ ടു എർത്ത് പറയാം. ഒരു കസ്റ്റമറെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ സുർമ അങ്ങനെ അറ്റം വരെ സുർമയ്ക്ക് വിജയം ഉണ്ടാവട്ടെന്ന്. മാഷാ അല്ലാഹ്, അങ്ങനെ തന്നെ പോട്ടെ. നമ്മള് ഡ്രസ് ചെയ്യും, എല്ലാ ഡ്രസ്സിങ്സും ഉണ്ടാവും. കസ്റ്റമർ എന്ന നിലയില് കുറച്ചും കൂടെ പ്ലസ് കൂട്ടി എടുക്കണം. വണ്ണമുള്ളവർ കുറച്ചുകൂടെ വേണം അല്ലേ. നിങ്ങൾ തന്നെ കാണുന്നില്ലടാ, വണ്ണമുള്ള സൈസ് വരുമ്പോഴേ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നത്. പക്ഷേ കസ്റ്റമർ എല്ലാം കമന്റ്
കമന്റ് വരുന്നത് നിങ്ങൾ 1-2 പീസ് ഇട്ടാണോ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അറിയാലോ, നമ്മുടെ ഷോപ്പിൽ വരുമ്പോ അറിയാലോ കസ്റ്റമർ വരുന്നതും. ഇതിലൊക്കെ നല്ല തിരക്കാരനെ ഐറ്റിന്ന് എല്ലാ പിള്ളേർക്കും ഞാനും ഒക്കെ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഐറ്റിന്ന എത്ര കൊല്ലം കൊണ്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ്? ഞാനൊരു 3-4 കൊല്ലം കൊണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആണോ? തുടങ്ങിയ സമയം തൊട്ടുണ്ട്. സന്തോഷം. നമുക്ക് ഇനി ഒന്നും കൂടെ നേരിട്ട് കാണാൻ പറ്റട്ടെ. ഞാൻ മറ്റേ കരുനാപ്പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ഞാൻ പർച്ചേസ് ചെയ്തു. ഓക്കേടാ. ബാഗസ് പർച്ചേസ് ചെയ്തു, ഡ്രസ് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇൻഷാ അല്ലാ ഇനി നമ്മുടെ കരുനാപ്പള്ളി ഷോപ്പിലേക്ക് വരുമ്പം ഒന്ന് വിളിക്കണം കേട്ടോ, പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ താഴോട്ട് വരാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ വിളിക്കാനുണ്ട്. അപ്പൊ സർപ്രൈസ് ആയിരുന്നല്ലോ, ഇത് പ്രതീക്ഷിച്ചായിരുന്നോ? ഭയങ്കര സർപ്രൈസ്, ഒട്ടും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അപ്പൊ അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ലൊരു മെറ്റീരിയലാ, ഇഷ്ടത്തിന് തയ്ച്ചെടുക്കുക കേട്ടോ. ഓക്കേടാ, ബൈ. അപ്പോൾ എന്തായാലും ഫൗസിയ അഷ്റഫിനെ കിട്ടി, ഒത്തിരി സന്തോഷം. കണ്ടല്ലോ റെസ്പോൺസ്, ജെനുവിനായിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾ കണ്ടത്, ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞാൻ കരുതി 2-3 പേരെ കോൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം എന്തെങ്കിലും ഡ്യൂട്ടി ടൈമൊക്കെ ആയിരിക്കും. ഫൗസിയ അഷ്റഫിനെ മാത്രമേ നമ്മളിപ്പോൾ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോട്ടോസ് ഇടുകയോ ഒന്ന് നിങ്ങളുടെ ഹാപ്പി ഒരു ഇതായിട്ട് ഇടുകയോ എല്ലാം ചെയ്യാം നമ്മുടെ പ്രൈസ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഗീവ് അവേ ഇനിയും നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പറയാം, അതൊരു ഓഫർ സെയിൽ ഇനിയും നടത്തണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, നമ്മളത് തിരുത്തി ഓരോന്നും കൊണ്ടുവരുന്നതായിരിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം നമ്മളെല്ലാം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരുടെയും കമൻറ്റ് ബോക്സിലെ കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോഴേ അറിയാം ഞങ്ങൾ ഓർഡർ നിങ്ങൾ എന്തിനാണ് വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത്, ചുമ്മാ ഓർഡർ എടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ ഒരു വട്ടം കൂടെ പറയാണ്, നമ്മുടെ ഓർഡർ ഫുള്ളും സൈറ്റിലൂടെ ആണ്. നമുക്കൊരു സൈറ്റിൻ്റെ ഐഡി ഉണ്ട്, surma.in എന്നാണ്. അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഈ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റുകൾ കറക്റ്റ് ചെയ്യാനാണ്. പക്ഷേ കംപ്ലയിൻറ്റുകൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതായി പോകുന്നുണ്ട്. കാരണം വേറെ മെസ്സേജുകൾ വന്നെന്ന് അറിയുന്നതുകൊണ്ട് ചിലരുടെ കംപ്ലയിൻറ്റുകൾ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാക്സിമം മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ കോൾ ചെയ്യുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും നമുക്ക് റിപ്ലൈ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 തൊട്ടിട്ടാണ്. 10 മണി തൊട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. 10 മണി തൊട്ടിട്ട് വൈകിട്ട് ഒരു 7 മണി വരെയുള്ള റിപ്ലൈ, അല്ലെ 6:30 വരെ, അല്ലേ 6-6:30 വരെയുള്ള റിപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കുക കേട്ടോ. അതിനുശേഷം കുട്ടികളെല്ലാം പോവും, കുട്ടികളിൽ കൂടി നിൽക്കുന്ന പിള്ളേരൊക്കെ പോവും. പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വൈകും. രാത്രിയിലാണ് കൂടുതൽ വരും ഈ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഇല്ല എന്ന് പറയുന്നത്. അവർ രാവിലെ വന്ന് പെതുക്കെ ഇതിങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് ഒത്തിരി മെസ്സേജ് വന്ന് അറിയുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് മനഃപൂർവ്വം നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതോ നിങ്ങളുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ തരാത്തതോ അല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. കിട്ടാത്തൊരു സൈറ്റിൽ കയറി നിങ്ങൾ നോക്കുക. വാട്സപ്പ് ഓർഡർ ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിലാണെങ്കിൽ അതിനകത്ത് തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ മോനെ? അപ്പോൾ അതിനകത്ത് കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ സൈറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ യൂട്യൂബ് ആണെങ്കിലും താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഏതാണോ പ്രൊഡക്റ്റ് അതിലേക്ക് നിങ്ങൾക്ക് കയറാം, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം. ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഗൂഗിളിൽ കയറി എടുക്കേണ്ടത് അല്ലേ? ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്തെടുക്കേണ്ടത്. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും പെട്ടെന്ന് നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ നോക്കുക. പിന്നെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ? നമ്മൾ ഓരോന്നും താണ്ടിയാണ് ഈ ഒരു നിലയിൽ വരെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. മാക്സിമം ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും പുതിയ കുട്ടികളിൽ നിന്നൊക്കെ കസ്റ്റമർ വരുമ്പോൾ അവരെ അറ്റൻഡ് ചെയ്യാൻ എന്തെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഓരോ വട്ടവും എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, എൻ്റെ കസ്റ്റമറെ നിങ്ങൾ അത്രയും നന്നായിട്ട് ഡീൽ ചെയ്യണേന്ന്. പിന്നെ നമ്മളറിയാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവത്തിനും വന്നോ മാത്രമേ അറിയാൻ ഒക്കൂ കേട്ടോ. പിന്നെന്താ പറയുക, എല്ലാം തിരുത്തി ഓരോ തെറ്റുകൾ വന്നാലും അതിനെ തിരുത്തി നല്ലതാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ അപ്പോൾ ഈ ഒരു കസേരയിലിരിക്കാൻ ഭാഗ്യം തന്നത്. നല്ല ഐറ്റംസ് കൊണ്ടുവരാനും എന്നെ കൊണ്ട് കഴിയുന്നുണ്ട്. മാക്സിമം ഉള്ള ഏരിയകളിലൊക്കെ പോയി നിങ്ങൾക്ക് ഓരോ വീഡിയോസും എനിക്കെടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. ഇപ്പോൾ ശ്രീകുട്ടനൊക്കെ ആയാലും ആ വീഡിയോസ് കാണുമ്പോൾ അവനൊക്കെ പറയും, ഇത്രയും ഉള്ളിലൊക്കെ കയറിയിട്ടാണോ നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്നതും, എത്രയോ ഇടവഴി എന്താ പറയുക കിട്ടാത്ത ഇത്രയും പ്രൈസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതെല്ലാം ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം പ്രൈസ് കുറച്ച് നമ്മൾ കൊണ്ടുവരാറുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാം. മാക്സിമം റിപ്ലൈ തരാൻ നമ്മൾ ശ്രമിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഗിവ് അവേയിലൂടെ ഒക്കെ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ. സന്തോഷം.